ഹലോ ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു ഡിവൈൻ പ്രോഫറ്റ് ടാറോ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നോ? അപ്പോൾ ഇന്നത്തെ ഗൈഡൻസ് എന്താണ് നമുക്ക് നോക്കാം. ഇന്ന് ടാരോ നിങ്ങൾക്ക് എന്ത് ഗൈഡൻസ് ആണ് തരുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ കാർഡുകൾ ഷഫിൾ ചെയ്യാണ്. എല്ലാവരും പോസിറ്റീവായിരിക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും സ്നേഹത്തിനും നന്ദി. പിന്നെ ഇത് ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജി ഈ ഒരു റീഡിങ്ങിൽ ഉണ്ടാകും. പിന്നെ ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ഇത് എത്തിക്കുന്നത് ആ സമയം മുതലായിരിക്കും നിങ്ങൾക്കിത് വാലിഡ് ആവുക. ആ കറക്റ്റ് ടൈമിലായിരിക്കും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിക്കുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. പിന്നെ ജെൻഡർലെസ് ആണ്. ഇതിൽ കളക്റ്റീവായിട്ട് വരുന്ന റീഡിങ്ങും കൂടിയാണ്. ഓക്കെ. അപ്പോൾ നമ്മൾക്ക് എന്താണ്, പേഴ്സണൽ റീഡിംഗ് അല്ല കേട്ടോ. റെസനേറ്റ് ചെയ്യുന്നവർ മാത്രം എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. ഓക്കെ. അപ്പോൾ കാർഡുകൾ എന്താണ് നമുക്ക് നോക്കാം. ബി പോസിറ്റീവ്. എന്താണ് ഇന്നത്തെ ഗൈഡൻസ്? എന്താണ് ഗൈഡൻസ്? ഗൈഡൻസ് നമുക്ക് നോക്കാം. കാർഡുകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 4 of Wands, 10 of Cups, ഡബിൾ കാർഡാണ്. Two of Swords, Ace of Wands, 3 of Wands, ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് 8 of Swords ആണ്. ഓക്കെ. കാർഡുകളൊന്ന് അറേഞ്ച് ചെയ്യാം. റീഡിങ്ങിലേക്ക് പോവാം. വന്നിരിക്കുന്ന കാർഡുകൾ 4 of Wands, 10 of Cups, ഡബിൾ കാർഡ്, അതുപോലെ തന്നെ 2 of Swords, Ace of Wands, 3 of Wands, ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് 8 of Swords ആണ്. ഓക്കെ. അപ്പോൾ ഇവിടെ 4 of Wands ഉണ്ട്. അതായത് നിങ്ങളിലേക്ക് ഒരു സെലിബ്രേഷൻ വരുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. പലർക്കും ഒരു സെലിബ്രേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ കുറേ നാളായിട്ട് കാത്തിരിക്കുന്ന ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടുമുട്ടുന്നതായിരിക്കാം, നിങ്ങളിലേക്ക് വരുന്നതായിരിക്കാം. ചിലരൊക്കെ വളരെയധികം ആരാധനയോടുകൂടി മാനിഫെസ്റ്റ് ചെയ്യുന്ന വ്യക്തി വരുന്നതുമായിരിക്കാം, മാനിഫെസ്റ്റ് ചെയ്യുന്നതുമായിരിക്കാം. പിന്നെ കല്യാണമൊക്കെ നോക്കുന്നവർക്ക് ആ ഒരു മാരേജ് അത് വരുന്നതുമായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ മാരേജ് ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള ഒരു സക്സസ്സിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിരിക്കാം. അതിപ്പോൾ ജോലിസ്ഥലത്തായാലും നിങ്ങളുടെ ആ ഒരു അച്ചീവ്മെൻറ്റ് നിങ്ങളുടെ സുഹൃത്തുക്കളുമായിട്ട് സന്തോഷത്തോടു കൂടി അതിൽ പങ്കെടുക്കുന്നതുമായിരിക്കാം. എന്തായാലും ഒരു എൻജോയ്മെൻ്റ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. പിന്നെ ചിലർക്കൊക്കെ പുതിയൊരു വീട് നിങ്ങൾ നോക്കുന്നതായിരിക്കാം. ആ വീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതും നിങ്ങൾക്ക് അത് വേണമെന്ന് തീരുമാനിക്കുന്നതുമായിരിക്കാം. അല്ലെങ്കിൽ പുതിയൊരു വീടിൻ്റെ പാലുകാച്ചോ അങ്ങനെയുള്ളൊരു പുതിയ വീട്ടിലേക്ക് കയറിക്കൂടലോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിരിക്കാം. വീട് വാങ്ങുന്നതായിരിക്കാം. അത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതുമായിരിക്കാം. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ഇവിടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള സുഹൃത്തുക്കളെ ലഭിക്കുന്നതുമായിരിക്കാം. അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള അതേ വേവ് ലെങ്ത്തുള്ള സഹപ്രവർത്തകരെ ലഭിക്കുന്നതുമായിരിക്കാം. ഒരേ വേവ് ലെങ്ത്തുള്ള ആൾക്കാരെ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് പോകാനുള്ള വ്യക്തികളുമായിട്ട് കണ്ടുമുട്ടുന്നു എന്നും കൂടെയാണ് ഇവിടെ 4 of Wandsൻ്റെ എനർജി പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ഐക്യത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും പരസ്പരം കാര്യങ്ങൾ നല്ല രീതിയിൽ ഷെയർ ചെയ്തുകൊണ്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും, പിന്നെ നിങ്ങളോട് മറ്റുള്ളവർക്ക് അസൂയ തോന്നുന്ന തരത്തിലുള്ള ഒരു നല്ല രീതിയിലുള്ള ബന്ധം നിങ്ങൾക്ക് വരുന്നതായിട്ടും ആണ് കാണുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറെ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾ
എന്താണ് ആ ഒരു ഇഷ്ടം അറിയിക്കുന്നതും ആയിരിക്കാം. അറിയിച്ച് നിങ്ങളൊരു ഫസ്റ്റായിട്ട് ആ ഒരു വ്യക്തിയെയും കൂട്ടി പുറത്തേക്ക് പോകുന്നതും അങ്ങനെയുള്ള ഒരു എനർജിയും ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു ഇഷ്ടം നിങ്ങൾ ആഘോഷിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. ചിലപ്പോൾ അതിൽ മറ്റുള്ളവർക്ക് ഒരു വിഷമം, ചുറ്റുമുള്ളവർക്കൊരു നിങ്ങളെ നോട്ടീസ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന അതും ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. മറ്റുള്ളവരുടെ എന്തായാലും ഒരു ഇടപെടലും കൂടി ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ചിലർക്കൊക്കെ എന്താണ് ഒരു വിവാഹ നിശ്ചയം പോലെയുള്ളൊരു കാര്യവും കൂടിയാണ് ഇവിടെ വരുന്നത്. എന്തായാലും ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്. ഒരു ആഘോഷത്തിൽ നിങ്ങൾ പങ്കെടുക്കുന്നതായിട്ടും വളരെയധികം എൻജോയ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. അതാണ് 4 ഓഫ് വാൻസിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വരുന്നതും ആയിരിക്കാം മേ ബി. എന്തായാലും നിങ്ങൾ വളരെയധികം പാഷനേറ്റായിട്ട് കണ്ടെത്തിയ ഒരു വ്യക്തി ഒരു പാഷനേറ്റായിട്ട് കണ്ടെത്തിയ ഒരു കാര്യത്തിൽ നിങ്ങൾക്കുള്ള ആ ഒരു നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു പാഷൻ നിങ്ങളിലേക്ക് എത്തിയിട്ട് അതിൻ്റെ ഒരു സക്സസ് ആഘോഷിക്കുന്നതുമായിരിക്കാം. ഓക്കെ, അതാണ് ആ ഒരു മാനിഫെസ്റ്റേഷൻ്റെ ഫസ്റ്റ് ലെവൽ അച്ചീവ്മെൻറ്റ്, അതിൻ്റെ ആഘോഷമാണ് ഇവിടെ 4 ഓഫ് വാൻസ് പറയുന്നത്. ഓക്കെ, അടുത്തത് 10 ഓഫ് കപ്സിൻ്റെ എനർജിയാണ്. ഇവിടെയും എന്താണ് ഒരു ആഘോഷം എന്ന് പറയുന്നത് ഇപ്പോൾ ഫാമിലിയുമായിട്ട് ഒത്തുചേർന്ന് നിങ്ങൾ ഒരു ഹാപ്പി ആയിട്ടുള്ള മൊമെൻറ്റ്, അതൊരു ആഘോഷം തന്നെയാണല്ലേ. അപ്പോൾ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫാമിലിയായിട്ട് ഒത്തുചേർന്ന് നിൽക്കുന്നതായിരിക്കാം. വളരെയധികം ഐക്യത്തോടുകൂടി, ഇവിടെ ഒരു ഹാർമണി തന്നെയാണ്. ഐക്യത്തോടു കൂടി സന്തോഷത്തോടു കൂടി നിങ്ങൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഒരു പാർക്കിൽ പോകുന്നതായിരിക്കാം, ബീച്ചിൽ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുമായിട്ട് കുറച്ച് സമയം, ഇപ്പോൾ ചിലപ്പോൾ സിനിമയ്ക്ക് പോകുന്നതായിരിക്കാം. കുറച്ച് സമയം നിങ്ങൾ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യുന്നു. നിങ്ങൾക്ക് വളരെയധികം എൻജോയ്മെൻറ്റ്, ആ ഒരു സമയം നിങ്ങൾ വളരെയധികം സന്തോഷത്തിൽ സംസാരിക്കുകയും സന്തോഷമുള്ള നിമിഷങ്ങൾ പങ്കിടുകയും ചെയ്യുന്ന ആ ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഒരു ഫാമിലി എന്നുള്ള രീതിയിൽ ലോങ് ടേമിൽ നിങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു ബന്ധം, ഒരു റിലേഷൻ നിങ്ങളിലേക്ക് വരുന്നതുമായിരിക്കാം മേ ബി. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വളരെയധികം നിങ്ങളുടെ ഉള്ളിൽ വളരെയധികം ഹാപ്പിനെസ് തോന്നുകയാണ്. ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു എനർജി തോന്നുന്നൊരു ഇതാണ്. ഇപ്പോൾ ഫാമിലി അല്ല, സിംഗിൾ ആണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ഒരു ഫുൾഫിൽഡ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. ഒരു ഫുൾഫിൽമെൻ്റ് ആണ് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് എന്നുള്ളത്. എല്ലാം ഒരു ഹാപ്പിനെസ്സോടുകൂടി നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം അവർ ഫാമിലിയുമായിട്ട് ഒരുമിച്ച് പോകുന്നതും എൻജോയ് ചെയ്യുന്നതൊക്കെ ആയിരിക്കാം. അല്ലാതെയുള്ള വ്യക്തികൾക്ക് എന്താണ് ഫാമിലി പോലെയുള്ള വ്യക്തികളുമായിട്ട് നല്ല സമയം, നല്ല നിമിഷങ്ങൾ പങ്കിടുന്നതായിട്ടുള്ള സിംഗിളായിട്ടുള്ള വ്യക്തികൾക്കൊക്കെ നല്ല നിമിഷങ്ങൾ പങ്കിടുന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ ഒരുമിക്കുന്നതായിരിക്കാം. ഇല്ലെങ്കിൽ എന്താണ് ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ എന്തായാലും ഒരു എൻജോയ്മെൻ്റ് ആണ് നിങ്ങളിലേക്ക് വരുന്നത്. ഓക്കെ, ഒരു ഇന്നർ ഹാപ്പിനെസ്സും ഫുൾഫിൽമെൻറ്റും നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എന്താണോ നിങ്ങൾ വിചാരിച്ചിരുന്ന ഒരു സ്വപ്നം, ആ ഒരു സ്വപ്ന സാക്ഷാത്കാരം കൂടിയാണ് ഈ ഒരു 10 ഓഫ് കപ്സിൻ്റെ എനർജി എന്ന് പറയുന്നത്. ഒരു സ്വപ്ന സാക്ഷാത്കാരമാണ് നിങ്ങൾക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് വളരെയധികം സപ്പോർട്ട് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതായിട്ടും, അതുപോലെ തന്നെ മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കുന്ന തരത്തിലുള്ള ആ ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നതായിട്ടും, വളരെയധികം മറ്റുള്ളവരിൽ നിന്നും ഒരു സ്നേഹം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, അവരോട് നിങ്ങൾക്ക് സ്നേഹം തോന്നുന്നതായിട്ടുള്ളൊരു എനർജിയാണ് ഇവിടെ. അതുപോലെ തന്നെ ഈ സ്പിരിച്വലി ആയിട്ടുള്ള വ്യക്തികൾക്കൊക്കെ ഒരു അലൈൻമെൻറ്റിലേക്ക് വരുന്നതായിട്ടും, ഒരു കർമ്മ പൂർത്തീകരിച്ചതിൻ്റെ ആ ഒരു അലൈൻമെൻറ്റിലേക്ക് വരുന്നതായിട്ടും, വളരെയധികം ഹാപ്പി ആയിട്ട് മുന്നോട്ടേക്ക് പോകാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു സ്പിരിച്വൽ എനർജിയായിട്ട് അലൈൻഡ് ആയിട്ടുള്ള ഒരു എനർജിയും കൂടിയാണ് ഇവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം ഫുൾഫിൽഡ് ആയിട്ടാണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുക ഇന്നൊരു ദിവസം. ഓക്കെ, ഒരു ഇന്നർ ഹാപ്പിനെസ്, അതുപോലെ തന്നെ ഡിവൈൻ ആയിട്ടുള്ള എന്തോ ഒരു കാര്യം എന്നിലേക്ക് വന്നു എന്നുള്ള ഒരു ഫുൾഫിൽമെൻറ്റ്. ഇന്നലെ വരെ ചിലപ്പോൾ അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസം വരെ നിങ്ങൾക്ക് വളരെയധികം ഒരു വിഷമമൊക്കെ ഉള്ളിൽ ഫീൽ ചെയ്തിട്ടുണ്ടാകും. ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ, പഴയ ചില കാര്യങ്ങളൊക്കെ ആലോചിക്കുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം, ഒരു ദുഃഖം ഇടയ്ക്ക് നിങ്ങൾ എവിടെയെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഒരു നഷ്ടബോധമൊക്കെ. പക്ഷേ അത് ഒരു മാറി ഒരു ഹാപ്പിനെസ്, ഒരു ഇന്നർ ഹാപ്പിനെസ് നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് 10 ഓഫ് കപ്സിൻ്റെ എനർജി ഇവിടെ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു ഡബിൾ എനർജിയാണ്. അപ്പോൾ ഒരു ഡബിൾ എന്ന് പറയുമ്പോൾ ഇവിടെ അതായത് ചിലപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങളെ
നിങ്ങളുടേതായിട്ടുള്ള കഴിവുകേടുകളെ ആലോചിച്ചുകൊണ്ട് ഇരുന്നിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സിൽ ഇരിക്കുന്നതായിരിക്കാനുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ചില വ്യക്തികളൊക്കെ ഇവിടെ സ്വയം പല നെഗറ്റീവ് തോട്ട്സുമായിട്ട് ഇരിക്കുന്നത് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ ഫീൽ ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു അഡിക്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും, ചിലപ്പോൾ എന്താണ് വെറുതെ അനാവശ്യമായിട്ട് ഫോണിൽ ആയാലും വെറുതെ സമയം പോലും ഇഷ്ടമല്ല, എന്താണ് നമ്മൾക്ക് വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചിട്ടും അല്ലെങ്കിൽ വേണ്ടാത്തതായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുകൊണ്ടും സമയം ചെലവഴിക്കുന്നതായിട്ടും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ കൊണ്ട് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതൊരു അഡിക്ഷനായിട്ട് നിങ്ങൾക്ക് മാറുന്നു എന്നുള്ളതാണ്. അതൊരു അഡിക്ഷനെ പോലെ നിങ്ങളിൽ വരികയാണ്. നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുന്ന, നിങ്ങൾക്ക് അതിനെക്കൊണ്ട് വലിയ ഉപകാരമോ കാര്യമോ ഒന്നും ഇല്ലെങ്കിലും, പക്ഷെ നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് ചിലപ്പോൾ ആ ഒരു സമയം സ്പെൻഡ് ചെയ്യുന്നതായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ ചില വിഷമങ്ങൾ നിങ്ങൾ മറക്കാൻ വേണ്ടിയിട്ടായിരിക്കാം ആ ഒരു ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുക. പക്ഷേ നിങ്ങൾക്ക് അതൊരു അഡിക്ഷൻ പോലെ ആയിത്തീരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ചിലൊരു അഡിക്ഷനും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള ചിന്തകളും നിങ്ങളെ റൂള് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം, മനഃപൂർവ്വം മാറുക. എന്താണ്, മടിയൻ്റെ മനസ്സ് ചെകുത്താൻ്റെ പണിപ്പുര എന്ന് പറയുന്നില്ലേ. അപ്പോൾ അതുകൊണ്ട് മടിയനാവാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു ലേസി, ഇവിടെയുള്ള ആരും ലേസി ആണെന്നല്ല, പക്ഷെ അങ്ങനെ ആവാതിരിക്കുക. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യേണ്ട, ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള അഡിക്ഷൻസും കാര്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൊബൈൽ ഗെയിം കളിച്ചിരുന്നിട്ട് സമയം കളയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വെറുതെ ഓൺലൈനായിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ വെറുതെ കാർട്ടിൽ സാധനങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേണ്ടാത്തതായിട്ടുള്ള ഒരു എന്താണ് ഡിപ്പെൻഡൻസി, ഇപ്പോൾ എല്ലാ കാര്യത്തിനും മറ്റുള്ളവർ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു എനർജി, അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ മനഃപൂർവ്വമായിട്ട് അതിനെ മാറ്റുക എന്നുള്ളതാണ്. ചിലർക്കൊക്കെ ഇങ്ങനെ ഒരു അഡിക്ഷൻ ഉണ്ടാകും, അതായത് ചില ടെൻഷൻസ് വരുമ്പോൾ ഓവറായിട്ട് ഫുഡ് കഴിക്കുന്ന രീതിയിലുള്ള ഒരു അഡിക്ഷൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്തിന് ഇഷ്യൂ ഉണ്ടാവുമെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ ആ ഒരു സ്ട്രെസ്സ് നിങ്ങൾ മറക്കാനായിട്ട് നിങ്ങൾ അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതായിട്ടുള്ള എനർജി. അപ്പോൾ അതൊക്കെ എന്ത് ചെയ്യുക, മാറ്റി വെക്കുക. നമ്മൾ സ്വയം മാറിയാൽ മാത്രമേ എന്താണ് ആ ഒരു എനർജി നമ്മളിൽ നിന്ന് വിട്ടുപോകുള്ളൂ. അപ്പോൾ ഈ ഡബിൾ കാർഡ് കാണുമ്പോൾ പലർക്കും ഒരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ ഡബിൾ ആണല്ലോ. പക്ഷെ ഡബിൾ നമ്മളെ ലൈഫിലേക്ക് വരുന്നത് എന്താണ്, നമ്മളിലുള്ള നെഗറ്റീവ്സ് മാറ്റാൻ വേണ്ടി പറയാനാണ് ഡബിൾ എന്നൊരു കാർഡ് വരുന്നത്. ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു കാർഡും ടാരോയിലില്ല. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ആ നെഗറ്റീവ് എനർജിയെ റിമൂവ് ചെയ്യാനാണ്. അതിനുള്ള ഒരു നേരത്തെ നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരികയാണ്, ഇത് നിങ്ങൾ ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഡബിൾ വന്നിട്ട് പറയുന്നത്. ഇങ്ങനെ ഒരു അഡിക്ഷൻ വരാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അവിടെ നിന്ന് മാറിപ്പോവുക, അതിൽ നിന്ന് വിട്ടു നിൽക്കുക. മറ്റുള്ളവരുടെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾ ഒഴിവാക്കുക, നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഒഴിവാക്കുക. പിന്നെ ചിലപ്പോൾ വളരെയധികം സ്ട്രെസ്ഫുൾ ആകുമ്പോൾ നിങ്ങൾ ഒരുപാട് ചിന്തകൾ ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുക, അതിൽ നിന്ന് മാറിയിട്ട് ചെറുതായിട്ട് ബോഡി മൂവ്മെൻറ്റ്സ് ഒക്കെ കൊടുക്കുക. ബോഡി കൂടുതൽ മൂവ്മെൻറ്റിലേക്ക് വരുത്തുക. അതുപോലെ തന്നെ ജിമ്മിൽ പോകുന്നത്, അല്ലെങ്കിൽ യോഗ ചെയ്യുന്നത്, മെഡിറ്റേഷൻ ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും വർക്ക് ചെറുതായിട്ടുള്ളതായാലും ഒരു മൂവ്മെൻറ്റ് ബോഡിക്ക് കൊടുക്കുക. എങ്കിൽ നമ്മൾക്ക് ആ നെഗറ്റീവായിട്ടുള്ള ആ ഒരു ഇത് നമ്മുടെ ബോഡിയിലേക്ക് വരില്ല, അതിനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ബോഡിയെ കിട്ടില്ല. കാരണം ബോഡി എപ്പോഴും മൂവ് ചെയ്യാതിരിക്കുമ്പോഴാണ് നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും ഡബിൾ എനർജി നമ്മളിലേക്ക് കയറുന്നത്. അപ്പോൾ അതിനെ ഇല്ലാതാക്കാൻ ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പുറത്തേക്കൊക്കെ ഒന്ന് നടക്കുക, നാച്ചുറുമായിട്ട് കൂടുതൽ ബന്ധപ്പെട്ട എന്തെങ്കിലും ഗാർഡനിങ്ങോ ചെടി നടലോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യം ചെയ്യുക. അല്ലെങ്കിൽ ഒരു പാട്ട് വെച്ചിട്ട് വെറുതെ ചുമ്മാ പാട്ടിൻ്റെ കൂടെ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാനൊന്നും അറിയില്ലെങ്കിൽ വെറുതെ 2 സ്റ്റെപ്പ് ഇങ്ങനെ ഇട്ട് നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഉള്ള സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റൊന്ന് നടക്കാനോ ഒന്ന് മൂവ്മെൻറ്റ് വരുത്താനോ ഒക്കെ ശ്രമിക്കുക. അപ്പോൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ കുറക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. നിങ്ങളുടെ ബോഡി വളരെയധികം എന്താണ് ഒരു ആക്റ്റീവായിട്ട് നിൽക്കുക. എല്ലാ സമയവും നിങ്ങളൊരു ആക്റ്റീവായിട്ട് നിൽക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ചിന്തകളൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഡബിൾ കാർഡിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അടുത്തത് 2 ഓഫ് സോർഡ്സ് ആണ്. അപ്പോൾ 2 ഓഫ് സോർഡ്സ് ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് ഡിസിഷൻ എടുക്കാൻ എപ്പോഴും ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം എന്ത് കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കുമ്പോഴും ഫസ്റ്റ് നിങ്ങൾ ചിന്തിക്കുക, ഇതെനിക്ക് പറ്റുമോ പറ്റില്ലേ, 2 തരത്തിലുള്ള, അതായത് ഡബിൾ മൈൻഡഡ് ആയിട്ട് നിങ്ങൾ നിൽക്കുന്നു എന്നുള്ളതാണ്. ഡിസിഷൻ എടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല. കാരണം നിങ്ങൾ നിങ്ങളെ തന്നെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾ തന്നെയാണ് നിങ്ങളെ ബ്ലോക്ക് സൃഷ്ടിക്കുന്നത് എന്നുള്ളതാണ്. കാരണം നിങ്ങൾ സ്വയം കണ്ണ് കെട്ടിയിട്ട് ഇരിക്കുന്ന അവസ്ഥ, അതുപോലെ തന്നെ സ്വയം പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുന്ന അവസ്ഥയാണ്. അതായത് ഞാൻ ഇതിൽ നിന്നും ഇത് ചെയ്താൽ ശരിയാവുമോ ഇല്ലയോ എന്നുള്ള 2 തരത്തിലുള്ള
ഇത് ആണ് നിങ്ങളിൽ ആ ഒരു ഡിസിഷൻ മേക്കിങ്ങിലുള്ള പ്രശ്നമാണ് എപ്പോഴും കാണുന്നത്. അത് മാറ്റിവെക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഇതിനെ ഒന്ന് ആ ഒരു ലോക്കിനെ ഫ്രീ ആയി വിടുക. അതുപോലെ തന്നെ ആ ഒരു ഹാർട്ട് ചക്രയൊക്കെ ഓപ്പൺ ആക്കി വെക്കുക. നിങ്ങൾ എപ്പോഴും വളരെയധികം ഓപ്പൺഡ് ആയിരിക്കുക. നിങ്ങൾ ആ കൈ മാറ്റാൻ വേണ്ടി മാത്രമേ നിങ്ങളുടെ ആ ഒരു എപ്പോഴും പറയും ഈ ചെസ്റ്റ് നമ്മൾ വിട്ടാക്കിയിട്ട് വെക്കാൻ വേണ്ടി പറ്റും. ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് ആ ഒരു ഹാർട്ട് ചക്ര ഓപ്പണിങ്ങിലേക്കൊക്കെ വരുന്നത്. യോഗയിലൊക്കെ അങ്ങനെ പോസുകളുണ്ട്, ഹാർട്ട് ചക്ര ഓപ്പണിങ്ങിന് വേണ്ടിയിട്ടുള്ള പോസുകൾ. കൂടുതലും ചെസ്റ്റ് വികസിച്ച് വെക്കുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത് ഇവിടെ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് നിങ്ങൾക്കൊരു ബ്ലോക്കേജ് വരുന്നത്. നിങ്ങൾ സ്വയം സൃഷ്ടിക്കുന്ന ബ്ലോക്കേജ് ആണ്. കണ്ണുകളും കെട്ടിയിരിക്കുകയാണ്. നിങ്ങളുടെ അവസരങ്ങളിലേക്കൊന്നും നിങ്ങൾ നോക്കുന്നില്ല. നിങ്ങൾക്കുള്ളതായിട്ടുള്ള ബലഹീനതകളിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ നിങ്ങൾക്ക് പ്രശ്നം വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഹാർട്ട് ചക്ര ഹീലിംഗ് ഒക്കെ ചെയ്യുന്നവരാണ് അത് ചെയ്യാം. മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിലേക്ക് വരാൻ വേണ്ടി പറ്റും, ഡിസിഷൻ എടുക്കാൻ വേണ്ടി പറ്റും എന്നുള്ളതാണ്. ഓക്കെ. അതുപോലെ തന്നെ പല കാര്യങ്ങളും നിങ്ങൾക്ക് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടും ഒന്നിലേക്ക് ഒരു ആദ്യത്തെ സ്റ്റെപ്പ് എടുത്തു വെക്കാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എന്ത് കാര്യം നിങ്ങളിലേക്ക് നല്ലൊരു ഓഫർ വന്നു കഴിഞ്ഞാലും എന്തോ ആയിക്കോട്ടെ നിങ്ങൾക്കറിയാവുന്നത് നല്ലതാണ്, പക്ഷെ ആ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു വെക്കാൻ നിങ്ങൾക്ക് എപ്പോഴും ഒരു വിഷമം ഉള്ള കുറച്ച് വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓപ്പൺഡ് ആയിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തെ ഓപ്പൺ ആക്കി വെക്കുക. എങ്കിലാണ് നിങ്ങളിലേക്ക് വരുന്ന സ്നേഹവും നിങ്ങളിലേക്ക് വരുന്ന അവസരങ്ങളും എല്ലാം നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. മെഡിറ്റേഷൻ ചെയ്യുക. ഓക്കെ, ഇതാണ് ഇവിടെ പറയാനുള്ളത്. അതുപോലെ എല്ലാ കാര്യത്തിനും ഒരു അവോയ്ഡ് ചെയ്യുന്ന രീതിയിലുള്ള ഇതായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവുക. അവോയ്ഡ് ചെയ്യാതെ അതിലെന്താണ് എനിക്ക് സ്വീകരിക്കാനുള്ളത്, ഇത് ചെയ്താൽ എനിക്ക് ഒരു വ്യക്തത നിങ്ങളിലേക്ക് വരുത്തുക, ഒരു മെൻ്റൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ് ഇവിടെ 2 ഓഫ് സോഴ്സിൻ്റെ എനർജിയിൽ പറയാനുള്ളത്. അടുത്തത് ഏസ് ഓഫ് വാൺസ് ആണ്. അപ്പോൾ ഏസ് ഓഫ് വാൺസ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം, അത് ഡിവൈനായിട്ട് യൂണിവേഴ്സായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുതരുന്ന നിങ്ങളുടെ ഒരു പാഷൻ നിങ്ങൾ കണ്ടെത്തുന്നു എന്നുള്ളതാണ്. പുതിയൊരു തുടക്കമാണ് നിങ്ങളിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നു. പല കാര്യങ്ങളും ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയാസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടു കൂടി നിങ്ങളുടെ ആ ഒരു എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ വളരെയധികം ഹൈ ആയിട്ടുള്ള ഒരു എനർജിയാണ്. അതുപോലെ തന്നെ വളരെയധികം ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നിങ്ങൾ നിൽക്കുന്നത് എന്നുകൂടിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ വളരെയധികം നിങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങൾക്ക് അതുപോലെ തന്നെ നിങ്ങളെ നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ഒരു അവസരം, ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നതായിട്ടും പുതിയ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും നിങ്ങളിലേക്ക് ഒരു ഗ്രോത്ത് വരുന്നതായിട്ടൊക്കെയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ചില കാര്യങ്ങളൊക്കെ മുൻപ് മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങളുണ്ടാകും ചെറുപ്പകാലങ്ങളിൽ, അല്ലെങ്കിൽ മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ വീണ്ടും തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നു. ആ ഒരു പാഷൻ നിങ്ങളിലേക്ക് വരുന്നു. വളരെയധികം പാഷനേറ്റ് ആയിട്ട് നിങ്ങളത് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഡിസിഷൻ എടുക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, നിങ്ങളിലേക്ക് അങ്ങനെ ഒരു എനർജി വരുന്നുണ്ട്. യൂണിവേഴ്സായിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരുന്നതാണ്. ചില പാഠങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ അതിൽ നിന്നുള്ള പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ അതിനൊക്കെ വിട്ടിട്ട് നിങ്ങൾ പുതിയൊരു എനർജിയിലേക്ക് മാറുകയാണ്. അതാണൊരു പുതിയ തുടക്കം എന്ന് പറയുന്നത്. അതിനെ വിട്ടുകൊടുത്തുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സ് തരുന്നതായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാവുന്നു എന്നുള്ളതാണ്. അത് നിങ്ങളുടെ പാഷനായിരിക്കാം. ഓക്കെ, അതാണ് ഏസ് ഓഫ് വാൺസിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തത് 3 ഓഫ് വാൺസ് ആണ്. 3 ഓഫ് വാൺസ് നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതായിട്ടും, അതായത് പാഷനിലേക്ക് നിങ്ങൾ നോക്കിയിരുന്ന് അതിലേക്ക് എത്തുവാനുള്ള വഴികൾ നിങ്ങൾ പ്ലാൻ ചെയ്ത് അതിലെ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്ലാൻ ചെയ്ത് മുന്നോട്ടേക്ക് പോകുവാനുള്ള ഒരു തീരുമാനം എടുത്ത് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വ്യക്തി അതായത് പുറത്തെ ആ ഒരു വ്യക്തിയുടെ പാഷനിലേക്ക്, ആ ഒരു യാത്രയിലേക്കുള്ള തുടക്കത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഓക്കെ, അതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പാഷനെ നിങ്ങൾ കണ്ടെത്തി. ഇവിടെ ഒരു തുടക്കമാണ്. അപ്പോൾ ആ ഒരു തുടക്കത്തിൽ നിന്ന് അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്ത് അതിനെ നിങ്ങൾ എക്സ്പാൻഡ് ചെയ്യാൻ, അതിനെ സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറാകുന്നു, എക്സ്പാൻഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ അതിലേക്കുള്ള പ്രിപ്പറേഷൻസ്, ചിലവർക്കൊക്കെ ഇത് ഒരു ട്രാവലിൻ്റെ കാർഡാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് വിദേശത്തേക്ക് പോകാനുള്ളൊരു ചാൻസ് ആയിരിക്കാം. അപ്പോൾ അതിലേക്കുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നു. വിസ ഒക്കെ നോക്കുന്നത്, അതുപോലെ തന്നെ ടിക്കറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിരിക്കാം.
അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പാൻഷൻ, അതിൻ്റെ പ്രിപ്പറേഷൻ കൂടിയാണ് നിങ്ങൾ നോക്കുന്നത്. ചിലപ്പോൾ വിദേശത്തേക്ക് പോകുന്നതായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറുടെ കൂടെ വിദേശത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുമായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ വിദേശത്തു നിന്ന് നാട്ടിലേക്ക് വരുന്നതുമായിരിക്കാം. എന്തായാലും ഒരു ട്രാവലറാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രോഗ്രസ് വരുന്നതായിട്ടും നിങ്ങൾ നിങ്ങളുടെ പാഷൻ വളരെയധികം ഫോർസൈറ്റോടുകൂടി ദീർഘവീക്ഷണത്തോടുകൂടി നിങ്ങൾ കാണുന്നു എന്നുള്ളതും കൂടിയാണ്. ദീർഘവീക്ഷണത്തോടുകൂടി നിങ്ങൾ കാണുന്നു. അതുപോലെ തന്നെ നിങ്ങൾ പുതിയതായിട്ടുള്ള സംരംഭം തുടങ്ങുന്ന ഒരു എനർജിയും കൂടെ ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് പുതിയൊരു കോഴ്സ് പഠിക്കാൻ പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് നിങ്ങൾ പോകുന്നതായിരിക്കാം. എന്തായാലും ഒരു യാത്ര ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, ഇതാണ് 3 ഓഫ് വാൺസിൻ്റെ എനർജി. ഇവിടെ നിങ്ങൾ എന്ത് റിസ്ക് എടുത്തിട്ടും മുന്നോട്ടേക്ക് പോകും എന്നുകൂടിയാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാം പല പ്രതിബന്ധങ്ങളും മുന്നോട്ടേക്ക് വരാനുണ്ട്, പല കടമ്പകളും ഞാൻ കടക്കേണ്ടി വരും എന്നുള്ളതൊക്കെ അറിയാം. എങ്കിലും നിങ്ങൾ പോകാൻ തയ്യാറാകുന്നു. എന്ത് തിരിച്ചടി വന്നാലും ഞാൻ നേരിടാൻ തയ്യാറാണ്. അതിനൊക്കെ അവഗണിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും നിങ്ങൾ ഇതുവരെ നിന്നിട്ടുള്ളതായിട്ടുള്ള കംഫേർട്ട് സോൺ ബ്രേക്ക് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് നിങ്ങൾ ഭാവി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിട്ടുള്ള ഒരു എനർജിയും കൂടി ഇവിടെയുണ്ട് കേട്ടോ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടും ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു എനർജി കൂടിയാണ് ഇവിടെ ഉള്ളത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. പിന്നെ ഫിനാൻഷ്യലി നിങ്ങൾ ഒരു ഡെപ്പോസിറ്റ്സ് ഒക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർക്കൊക്കെ ചെറിയൊരു ട്രിപ്പ് വരുന്നതായിട്ടും ഒരു ട്രിപ്പിന് തയ്യാറെടുക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ കുറേ നാളായിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമായിരിക്കും. അവിടേക്ക് നിങ്ങൾ പോകുന്നതായിട്ട് ഒരു ചെറിയ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തതായിട്ട് നിങ്ങളുടെ വർക്കിൽ നിന്ന് കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. ആ ഒരു എനർജിയും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ ഹെൽത്തൊക്കെ വളരെയധികം ഓക്കെ ആയിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഒരു സുഖം പ്രാപിക്കുന്നതായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഒരു സർജറിയോ അങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ് നിൽക്കുന്നവരാണെങ്കിൽ അതിൽ നിന്ന് നിങ്ങൾക്കൊരു റിലാക്സേഷൻ കിട്ടുന്നതായിട്ടുള്ളൊരു എനർജി കൂടി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതാണ് 3 ഓഫ് വാൺസിൻ്റെ എനർജി. ബോട്ടം ഡെക്ക് വന്നിരിക്കുന്നത് 8 ഓഫ് സോർഡ്സ് ആണ്. ഓക്കെ, ഇവിടെ കുറച്ച് പേരെങ്കിലും എനർജി വന്നിരിക്കുന്നത്, അതായത് സ്വയം നെഗറ്റീവായിട്ട് ചിന്തിച്ച് സ്വയം ഒരു വിക്ടിം രീതിയിൽ നിൽക്കുന്നതായിട്ടും അതുപോലെ തന്നെ പല കാര്യങ്ങളിലും ഒരു സ്വയം ഒരു തടവറ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ചുറ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിലും എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെങ്കിലും അതിനെയൊന്നും നിങ്ങൾ മനസ്സിലാക്കാതെ എപ്പോഴും സ്വയം ബ്ലെയിം ചെയ്തുകൊണ്ട് നിൽക്കുന്നൊരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു വ്യക്തിക്ക് ഇവിടെ നിന്ന് നടന്നു പോകാം. ഓക്കെ, കാല് കെട്ടിയിട്ടൊന്നുമില്ല, നടന്നു പോകാം. എങ്കിലും സ്വയം എനിക്ക് ഒന്നിനും വയ്യ എന്ന് വിചാരിച്ചിട്ടുള്ള ഒരു രീതിയിൽ നിൽക്കുന്ന വ്യക്തികളെ ഇവിടെ കാണുന്നുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ ചുറ്റിലുമുണ്ടെങ്കിലും ഇതൊന്നും കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വയം പല കാര്യങ്ങളും പറഞ്ഞിട്ട് പുറകോട്ട് നിൽക്കുന്നതായിട്ടും അവസരങ്ങളെയൊന്നും കാണാതെ നിൽക്കുന്നതായിട്ടാണ് ഇവിടെ 8 ഓഫ് സോർഡ്സിൻ്റെ എനർജി ഇവിടെ പറയുന്നത്. അത് തന്നെയാണ് ഈ ഡബിൾ കാർഡിലും വന്നിട്ടുള്ളത്. അത് തന്നെയാണ്. അതായത് മറ്റുള്ളവരെ കൂടുതലായിട്ട് ആശ്രയിക്കുന്നതായിട്ടും എന്ത് കാര്യത്തിനും മറ്റുള്ളവരോട് ഉള്ള ആ ഒരു ഡിപ്പെൻഡൻസിയാണ് കൂടുതലുള്ളത്. സ്വന്തമായിട്ടുള്ള കഴിവുകളൊന്നും എത്ര കഴിവുകളുണ്ടെങ്കിലും അതൊന്നും ആലോചിക്കുക അല്ലെങ്കിൽ അതിനെ മുന്നോട്ടേക്ക് ചിന്തിച്ചുകൊണ്ട് എനിക്ക് ഇതൊന്നും ഇങ്ങനെ ഇരുന്നാൽ പറ്റില്ല, എല്ലാം ഒന്ന് ശരിയാക്കണം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. സ്വയം വിക്ടിമാവാതിരിക്കുക. കാരണം നിങ്ങളല്ലാതെ നിങ്ങളെ മുന്നോട്ടേക്ക് നയിക്കാൻ ആരും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുക. എല്ലാവർക്കും പുറമേ നിന്ന് ഇപ്പം ഈ ഒരു ഗൈഡൻസ് ആയാലും നിങ്ങൾക്ക് പറഞ്ഞു തരാനേ പറ്റുള്ളൂ. നിങ്ങൾ സ്വയം ചിന്തിച്ചിട്ടാണ് അതിൽ നിന്നൊരു മാറ്റം കൊണ്ടുവരേണ്ടത്. ഓക്കെ, അല്ലാതെ എപ്പോഴും ബ്ലെയിം ചെയ്തിരുന്നാൽ മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അവനവൻ്റെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് മുന്നോട്ടേക്ക് വരിക എന്നുള്ളതാണ്. ഇങ്ങനെ ഇരുന്നിട്ടൊരു കാര്യമില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ എങ്കിൽ ഒരു മെൻ്റൽ ക്ലാരിറ്റി നിങ്ങളിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, മെഡിറ്റേഷനൊക്കെ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഡിവൈനുമായിട്ട് യൂണിവേഴ്സുമായിട്ട് കൂടുതൽ അലൈൻഡ് ആയിട്ട് നിൽക്കുക, സ്വന്തം കഴിവുകളെ തിരിച്ചറിയുക.
എത്ര ചെറിയ കഴിവായാലും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ സ്വയം വിചാരിക്കും, അയ്യോ ഇത് പെർഫെക്റ്റ് ആവുമോ, ഇങ്ങനെ ചെയ്താൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അത് ശരിയാവുമോ എന്നൊക്കെയുള്ള ചിന്തയിൽ നിൽക്കുന്ന വ്യക്തികൾ ഉണ്ടാവും. അപ്പോൾ മനസ്സിലാക്കുക, ഇംപെർഫെക്ഷൻ എന്നാണ് പെർഫെക്ഷൻ വരുന്നത്. അപ്പോൾ ഏതൊരു വ്യക്തിയായാലും അല്ലെങ്കിൽ ഏതൊരു ജീവജാലമായാലും ഭൂമിയിലേക്ക് വരുമ്പോൾ എന്താണ്, ഒരു വീണതിന് ശേഷമാണ് എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പഠിക്കുന്നത് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങൾ ആ വീഴ്ചയിൽ നിന്നാണ് എഴുന്നേറ്റ് നടക്കാൻ പഠിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ആ ഒരു ഇംപെർഫെക്ഷനിൽ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശരിയാകും. ഇപ്പോൾ എന്ത് ചെറിയ കഴിവുകളായാലും അതിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട്, നിങ്ങളുടെ കഴിവിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ടേക്ക് പോകാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ വെറുതെ മനസ്സ് വിഷമിച്ച് സ്വയം ഇങ്ങനെ ഇരിക്കേണ്ട ആവശ്യമില്ല, മുന്നോട്ടേക്ക് പോവുക. ഓക്കെ, ഇതാണ് ഇവിടെ പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറേ സെലിബ്രേഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട് വിദേശത്തേക്ക് പോകാനുള്ളത്. പിന്നെ ഈ ഡബിൾ എനർജിയിൽ നിന്ന് സ്വയം മാറാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ റിസീവ് മോഡിൽ നിൽക്കുക. ഒരു ലോക്ക് ചെയ്ത് നിൽക്കാതെ എല്ലാ കാര്യത്തെയും സ്വയം റിസീവ് ചെയ്ത് അതിനെ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ തയ്യാറാവുക എന്നാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് എന്ന് നോക്കാം. ഇപ്പോൾ മാനിഫെസ്റ്റേഷനൊക്കെ വർക്കാവുന്നൊരു എനർജി ഉണ്ട് കേട്ടോ. അപ്പോൾ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരൊക്കെ കൃത്യമായിട്ട് ചെയ്യുക. യൂണിവേഴ്സുമായിട്ട് എല്ലാവരും എന്നും അലൈൻ ചെയ്ത് നിൽക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നിട്ടുള്ളതായിട്ടുള്ള എല്ലാ ഗിഫ്റ്റിനും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണലൊക്കെ ചെയ്യുന്നവർ ചെയ്യുക. പിന്നെ മെഡിറ്റേഷൻ ചെയ്യുക. എന്താണ് ഏഞ്ചൽസ് ഗൈഡൻസ് നോക്കാം. ഇഫ് യു ബിലീവ്. ഓക്കെ, അപ്പോൾ നിങ്ങളോട് പറയുന്നത്, നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളിലേക്ക് എന്താണോ വരേണ്ടത് യൂണിവേഴ്സ് കൊണ്ടുതരും. നിങ്ങൾ പക്ഷേ അത് വിശ്വസിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു ഇതുതന്നെയാണ് ഡിസിഷൻ മേക്കിങ്ങിനായാലും ഒരു പ്രശ്നം വരുന്ന വ്യക്തികളോടായിരിക്കാം. നിങ്ങൾ നിങ്ങളെ തന്നെ വിശ്വസിക്കണം, എങ്കിലേ നിങ്ങളിലേക്ക് വരുള്ളൂ. ഓക്കെ, യു ആർ റെഡി. ഓക്കെ, അടുത്ത കാർഡ് വന്നു, യു ആർ റെഡി. അപ്പോൾ നിങ്ങൾ ഒരു പാഷനൊക്കെ നിങ്ങളിലേക്ക് വരുമ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങളിപ്പോൾ ആ ഒരു റെഡി ആയിട്ടുള്ളൊരു എനർജിയിലാണ് നിൽക്കുന്നത്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്ന അവസരം നിങ്ങളിലേക്ക് എത്താനുള്ള സമയമാണ്. അതുകൊണ്ടാണ് നിങ്ങളിപ്പോൾ റെഡി ആയിട്ടുള്ളൊരു എനർജിയിൽ നിൽക്കുന്നതെന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ഓക്കെ, അടുത്ത കാർഡ് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ക്ലിയർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഒരു ക്ലാരിറ്റി കൊണ്ടുവരണം കമ്മ്യൂണിക്കേഷനിൽ. ഓക്കെ, പല കാര്യങ്ങളും നിങ്ങൾ ഒരു വ്യക്തത വരുത്തുന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ റിക്കവറി വരുന്നുണ്ട്, പലർക്കും ഒരു റിക്കവറി സ്റ്റേജും കൂടിയാണ് വരുന്നത്. ഓക്കെ, അടുത്തത് നമുക്ക് ലവ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത് നോക്കാം. ലവേഴ്സിനുള്ള കാർഡാണ്. ലവ് ഏഞ്ചൽസ് എന്താണ് പറയുന്നത്. യെസ്, ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതേ ഉള്ളൂ, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. യു നീഡ് ടു ബി ഗ്രേറ്റ്ഫുൾ ഫോർ ദ ലവ് ഓൾറെഡി പ്രസൻറ്റ് ഇൻ യുവർ ലൈഫ് ടു അട്രാക്ട് മോർ ഓഫ് ഇറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കും. ഇവിടെയും പറയുന്നത് തന്നെയാണ്, ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. ഹാർട്ട് ചക്ര ഹാർട്ട് ഓപ്പൺ ആവണം. അപ്പോൾ ഗ്രാറ്റിറ്റ്യൂഡ് കാണിച്ചാലാണ് നിങ്ങളിലുള്ള ആ ഒരു ഓൾറെഡി ഉള്ള സ്നേഹം നിങ്ങളിലേക്ക് കൂടുതലായിട്ട്, നിങ്ങളുടെ ആ ഒരു ലവ് നിങ്ങളിലേക്ക് കൂടുതലായിട്ട് വരുന്നത്, അതിനെ അട്രാക്റ്റ് ചെയ്യാനും പറ്റുന്നത് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം എന്നുള്ളതാണ്. You are enough. The person you are meant to be with will love you the way you are. You don't need to change. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ, the person you are meant to be with will love you. നിങ്ങളുടെ കൂടെയുള്ള പേഴ്സൺ നിങ്ങളെ എന്തായാലും സ്നേഹിക്കും. അതിനായിട്ട് നിങ്ങളൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ എന്തായിട്ടാണോ ഇരിക്കുന്നത് അതുപോലെ ഇരിക്കാൻ തന്നെയാണ് പറയുന്നത്. നിങ്ങൾ അതിനായിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരാനായിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ കൂടുതൽ സ്നേഹിക്കാനായിട്ടോ നിങ്ങളൊന്നും മാറ്റം വരുത്തേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. യു ഡോണ്ട് നീഡ് ടു ചേഞ്ച് എന്നാണ് പറയുന്നത്. ഓപ്പൺ യുവർ സെൽഫ് ടു അതേഴ്സ്. ദിസ് ഈസ് ഹൗ യു വിൽ ക്രിയേറ്റ് ന്യൂ ഫ്രണ്ട്ഷിപ്പ് ആൻഡ് അട്രാക്ട് എ ലവ് റിലേഷൻഷിപ്പ്. അപ്പോൾ നിങ്ങളോട് ഓപ്പണായിരിക്കാനാണ് പറയുന്നത്. മറ്റുള്ളവരോട് ഓപ്പണായിട്ട് പെരുമാറാനും ഓപ്പണായിട്ട് ഇരിക്കാനാണ് പറയുന്നത്.
ദിസ് ഈസ് ഹൗ യു വിൽ ക്രിയേറ്റ് ന്യൂ ഫ്രണ്ട്ഷിപ്പ്. എങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് വരാനുള്ള ഫ്രണ്ട്ഷിപ്പ് ആയാലും റിലേഷൻഷിപ്പ് ആയാലും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള സ്നേഹമായാലും നിങ്ങളിലേക്ക് വരൂ എന്നാണ്. ഇവിടെയും കണ്ണും കെട്ടി കയ്യും കെട്ടി ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് വേണം? ഓപ്പൺ ആവണം. ഇവിടെയും അങ്ങനെ ഒരു അവസ്ഥയാണ്. ഇവിടെയും നെഗറ്റീവായിട്ടുള്ള ചിന്തകളാണ്. അതൊക്കെ ഒഴിവാക്കുക. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് നിങ്ങളിലേക്ക് എത്തുന്നതും യൂണിവേഴ്സ് നിങ്ങൾക്ക് കൊണ്ടു തരുന്നതും എന്നാണ് ഇവിടെ ലവ് ഏഞ്ചൽസും നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇവിടെ ബോട്ടം ഡക്ക് വന്നിരിക്കുന്നതും ബിവെയർ ഓഫ് കോ ഡിപ്പെൻഡൻസി എന്നാണ്. നിങ്ങളുടെ ലവ് ഏഞ്ചൽസും പറയുന്നത് ഇത് തന്നെയാണ്, നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ്. നിങ്ങളുടെ ഡിപ്പെൻഡൻസി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. കാരണം നിങ്ങൾ പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കുന്നതായിട്ടും അവരുണ്ടെങ്കിൽ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂ എന്നുള്ള ആ ഒരു മിഥ്യാധാരണയിൽ നിൽക്കുന്നതായിട്ടും മനസ്സിലാവുന്നുണ്ട്. അത് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുക. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള മൂല്യങ്ങൾ നിങ്ങൾ തന്നെ കൽപ്പിച്ചു കൊടുക്കുക. മറ്റൊരു വ്യക്തിയെ ആശ്രയിച്ചിട്ടല്ല നിങ്ങളുടെ ജീവിതം നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ കഴിവിൽ വിശ്വസിക്കുക. നിങ്ങളുടെ മൂല്യത്തിൽ ഉറച്ചു നിൽക്കാനാണ് പറയുന്നത്. ഡിപ്പെൻഡൻസി ഒഴിവാക്കുക എന്നുള്ളതാണ് ഇവിടെ ലവ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഇതാണ് ബോട്ടം ഡക്ക് വന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. അപ്പോൾ റീഡിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള സ്നേഹത്തിനും സപ്പോർട്ടിനുമെല്ലാം നന്ദി. സബ്സ്ക്രൈബേഴ്സിന് നന്ദി. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുക. അതുപോലെ തന്നെ എല്ലാ വ്യൂവേഴ്സിനും നന്ദി. നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ പോസിറ്റീവ് എനർജിയും നിങ്ങൾക്ക് ലഭിക്കട്ടെ. അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി, പ്രതിസന്ധികളൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.